നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ യുഗത്തിലാണല്ലേ. എല്ലാം ഓൺലൈനായി മാറിയ കാലം കൂടിയാണിത്. ട്രാൻസാക്ഷൻസ് ആയാലും മറ്റ് പല ആവശ്യങ്ങളായാലും എല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വഴിയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ കൂടുതലായും ചെയ്യാറുള്ളത്. ഇവിടെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഫീൽഡിൻ്റെ പ്രസക്തി വരുന്നത്. നിങ്ങളെല്ലാവരും ചിലപ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ കുറിച്ച് കേട്ട് കാണും അല്ലേ. അതായത് നമ്മൾ ഈ ന്യൂസ് പേപ്പറിലെ നോട്ടീസിലും ഒക്കെ ആഡ് കൊടുക്കുന്നത്, അതേപോലെ ലീഫ്ലെറ്റ്സ്, ബാനർ ആഡ് ഒക്കെ നമ്മൾ കുറേ കാലമായി പിന്തുടർന്നു വരുന്ന ട്രഡീഷണൽ മാർക്കറ്റിംഗ് മെത്തേഡ്സിന് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. ഈ രീതിയുടെ പ്രധാന ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ കോസ്റ്റ് തന്നെയാണ്. നമ്മൾക്ക് പത്രത്തിൽ ഒരു ചെറിയ കോളത്തിൽ പരസ്യം കൊടുക്കണം എങ്കിൽ പോലും ഏതാണ്ട് 1,00,000-ഓളം രൂപയാണ് ഇപ്പോൾ പേ ചെയ്യേണ്ടത്. മാത്രമല്ല നമുക്ക് സ്പെസിഫിക്കായി അതിൽ നിന്നുള്ള റിസൾട്ട് അറിയാൻ കഴിയുകയില്ല. അതായത് ഒരു ആഡ് എത്ര പേരിലേക്ക് എത്തി, എത്ര പേര് കണ്ടു, എത്ര പേർ അതിനോട് റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതൊന്നും നമുക്ക് പ്രത്യേകം അറിയാൻ കഴിയില്ല. ഇവിടെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നതും. വെബ്സൈറ്റിലോ ഗൂഗിളിലോ ഫേസ്ബുക്കിലോ നമ്മൾ കൊടുക്കുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റിൽ നിന്നുള്ള റിസൾട്ട് നമുക്ക് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പ്രത്യേകത. അതായത് നമ്മൾ കൊടുക്കുന്ന ആഡിലെ ലിങ്കിൽ എത്ര പേര് ക്ലിക്ക് ചെയ്തു, എത്ര പേര് ആ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിലേക്ക് വിസിറ്റ് ചെയ്തു, എത്ര കൺവേർഷൻ നടന്നു, ഇതെല്ലാം ഡീറ്റെയിൽ ആയി നമുക്ക് അറിയാൻ കഴിയും. ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടുതലായി അപ്ലൈ ചെയ്യുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അതിൻ്റെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് തന്നെയാണ്. അതായത് ഒരു 200 രൂപയ്ക്കുള്ളിൽ തന്നെ നമുക്ക് ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റഗ്രാം വഴി ആഡ് റൺ ചെയ്യാം. അത് നമുക്ക് കേരളം മുഴുവൻ കാണിക്കാനും സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഇ കൊമേഴ്സ് ബൂം ഇന്ത്യയിൽ നടന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചേഞ്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ സംഭവിച്ചത്. എല്ലാവരുടെയും ഫോൺ യൂസേജ് കൂടി, ഒപ്പം സ്ക്രീൻ ടൈമും കൂടി, എല്ലാ ട്രാൻസാക്ഷൻസും ഓർഡേഴ്സും ഓൺലൈൻ വഴി തന്നെയായി. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൻ്റെ ആവശ്യകതയും വർദ്ധിച്ചു. അതിനുശേഷം ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്കുകൾ പ്രൊഫഷണൽ ബേസിസിൽ എല്ലാവരും കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി. അതോടുകൂടി ഒരുപാട് സ്കിൽഡ് പ്രൊഫഷണൽസിൻ്റെ ആവശ്യകത ഇന്ത്യയിൽ വർദ്ധിക്കുകയും ചെയ്തു. നമ്മൾ വേറെ ഏത് കോഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിലും നമ്മൾക്ക് ഒരേ രീതിയിലുള്ള വർക്കുകളായിരിക്കും ചെയ്യാൻ കഴിയുക. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കേസിൽ വരുമ്പോൾ നമ്മൾക്ക് പല മേഖലകളിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസാണ് അവിടെ ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ടെക്നിക്കൽ ആയിട്ടുള്ളതുമായ സ്കിൽസ് അത് അപ്ലൈ ചെയ്യാനും അതേപോലെ ഡെവലപ്പ് ചെയ്യാനുമുള്ള ഒരു അവസരം കൂടിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് കൊണ്ടുപോകണമെങ്കിൽ ടെക്നിക്കലായും അതേപോലെ ക്രിയേറ്റീവായും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അതെല്ലാം തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തുടങ്ങേണ്ടതുണ്ട്. അതിനായി നമ്മളെ പ്രാപ്തരാക്കുന്ന കോഴ്സ് എടുത്ത് പഠിച്ചാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഫിൻപ്രൂവിൻ്റെ 6 മാസത്തെ PG ഡിപ്ലോമ കോഴ്സ് തീർച്ചയായും നിങ്ങളെ അതിന് സഹായിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ എല്ലാ സെക്ഷൻസും ഉൾക്കൊള്ളുന്ന 20 മൊഡ്യൂളുകളായി വരുന്ന 80ഓളം ടോപ്പിക്സ് കവർ ചെയ്യുന്ന ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണിത്. ഒരു കോഴ്സ് വെറുതെ എടുത്ത് പഠിച്ചാൽ മാത്രം പോരാ അല്ലേ, അത് പ്രോപ്പറായി നമുക്ക് അപ്ലൈ ചെയ്യാനും കഴിയണം. അതിന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനും നമുക്ക് സാധിക്കും. ഫിൻപ്രൂവ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള ഈ കോഴ്സിൽ ഒരു കമ്പനിയിൽ പോയി പ്രാക്ടിക്കലായി വർക്ക് ചെയ്യാനും കൂടി നിങ്ങളെ പ്രാപ്തരാക്കുന്നു. അതിനായി ഇൻഡസ്ട്രിയൽ എക്സ്പെർട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ലൈവ് ഇൻസ്ട്രക്ടർ ലെഡ് ക്ലാസുകൾ, പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് ഓൺ ഓൾ സെഷൻസ്, ലൈവ് പ്രൊജക്ട് അസൈൻമെന്റ്സ്, മാർക്കറ്റിംഗ് പ്ലാൻ ആക്ടിവിറ്റീസ്, ലാംഗ്വേജ് ട്രെയിനിങ്, ഇന്റർവ്യൂ പ്രിപ്പറേഷൻസ്, മോക്ക് ഇന്റർവ്യൂ സെഷൻസ്, AI ആൻഡ് അതർ മാർക്കറ്റിംഗ് ടൂൾസ് ബേസ്ഡ് സ്റ്റഡി തുടങ്ങിയ നിരവധി ലേണിംഗ് മെത്തേഡ്സ് ആണ് ഫിൻപ്രൂവ് നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്നത്. സോ ഒട്ടനവധി ജോലി സാധ്യതയുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇനി നിങ്ങൾക്കും പഠിക്കാം.